കുട്ടികളെ, ഇന്ന് നമുക്ക് ഈ വീഡിയോ വഴി 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായ ടൂട്ടാ പഹിയ എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാം. हिंदी के प्रमुख कवि धर्मवीर भारती की एक छोटी कविता है टूटा पहिया. यह एक प्रतीकात्मक कविता है. कविता महाकाव्य महाभारत के एक घटना पर आधारित है. ഹിന്ദിയിലെ പ്രമുഖ കവി ധർമ്മവീർ ഭാരതിയുടെ ഒരു പ്രതീകാത്മക കവിതയാണ് ടൂട്ടാ പഹിയ. മഹാഭാരത യുദ്ധകഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതയാണിത്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് പ്രധാനമായും വരികൾ തന്നിട്ട് ആശയം ചോദിക്കാം, ടിപ്പണി ചോദിക്കാം, വൺ വേർഡ്സും ഉണ്ടാകാം. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്നെ പക്ഷ് കോ അസത്യ ജാൻതേ ഹുയേ ഭി ബഡേ ബഡേ മഹാരഥി अकेली निहत्ती आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहे. इन पंक्तियों के ആശയ पर ചർച്ച करें. ഈ വരികളുടെ ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ये पंक्तियाँ महाभारत के एक प्रसंग पर आधारित है. अभिमन्यु ने चक्रव्यूह में अकेले ही प्रवेश किया. कौरव सेना के महारथियों ने उसे घेर कर उसके सब शस्त्रास्त्र नष्ट कर डाले. अभिमन्यु के शत्रु पक्ष के लोग जानते थे कि न्याय अभिमन्यु के पक्ष में है. फिर भी वे उसे कुचल देने के लिए, मार डालने के लिए तैयार हो गए. ये पंक्तियाँ महाभारत के एक प्रसंग पर आधारित है. ഈ വരികൾ മഹാഭാരതത്തിലെ ഒരു സന്ദർഭത്തെ ആധാരമാക്കിയിട്ടുള്ളതാണ്. അഭിമന്യുവിനെ ചക്രവ്യൂഹമേം അക്കേലെ ഹി പ്രവേശ് കിയ. അഭിമന്യു ചക്രവ്യൂഹത്തിൽ ഒറ്റയ്ക്കാണ് പ്രവേശിച്ചത്. കൗരവ് സേനാക്കെ മഹാരഥിയോംനെ ഉസേ ഘേർക്കർ ഉസ്കെ സബ് ശസ്ത്രാസ്ത്ര നഷ്ട് കർ ഢാലെ. കൗരവസേനയിലെ മഹാരഥന്മാർ അഭിമന്യുവിനെ ഘേർക്കർ, ഘേർന എന്നാൽ വളയുക, ഘേർക്കർ ഉസ്കെ സബ് ശസ്ത്രാസ്ത്ര നഷ്ട് കർ ഢാലെ. അഭിമന്യുവിനെ വളഞ്ഞിട്ട് അഭിമന്യുവിൻ്റെ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെടുത്തി. अभिमन्यु के शत्रु पक्ष के लोग जानते थे कि ന്യായ അഭിമന്യുക്കെ പക്ഷുമേം ഹേ. അഭിമന്യുവിൻ്റെ ശത്രുപക്ഷത്തിലെ ആളുകൾക്ക് അറിയാമായിരുന്നു ന്യായം അഭിമന്യുവിൻ്റെ ഭാഗത്താണെന്ന്. ഫിർ ഭി എന്നിട്ടും വേ ഉസെ കുച്ചൽ ദേനെ കേലിയെ അവർ അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി, മാർ ഡാൽനെ കേലിയെ കൊല്ലാൻ വേണ്ടി, തയ്യാർ ഹോ ഗയെ തയ്യാറായി. ഇതാണ് ഈ വരികളുടെ ആശയം. ക്വസ്റ്റ്യൻ. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. इन पंक्तियों में चर्चित पौराणिक संदर्भ वर्तमान परिवेश में कहाँ तक प्रासंगिक है. ഈ വരികളിൽ പറയുന്ന പൗരാണിക സന്ദർഭം ഇന്നത്തെ ചുറ്റുപാടിൽ എത്രമാത്രം പ്രസക്തമാണ്. जब सारा संसार किसी साहसी मनुष्य की आवाज़ को दबाने का प्रयास करेगा तब मैं रथ का टूटा पहिया उसके हाथों में रहकर शत्रुओं के ब्रह्मास्त्रों का सामना कर सकता हूँ. टूटा पहिया उपेक्षित मानव का प्रतीक है. आजकल समाज में असत्य और अन्याय का बोलबाला है. इन असत्यों और अन्यायों के खिलाफ अगर कोई लड़ेगा तो कोई लघु मानव ही उसका सहारा बनेगा. यही इन पंक्तियों की प्रासंगिकता है. जब सारा संसार किसी साहसी मनुष्य की आवाज़ को दबाने का प्रयास करेगा. എപ്പോഴാണോ ലോകം മുഴുവൻ ഏതെങ്കിലും സാഹസികരായ മനുഷ്യരുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്, തബു മേം അപ്പോൾ ഞാൻ, രഥ്കാ ടൂട്ടാ പഹിയ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം, ഉസ്കെ ഹാത്തോമേ രഹ്കർ അവരുടെ കൈകളിൽ ഇരുന്നു കൊണ്ട്, ശത്രുവോങ്കെ ബ്രഹ്മാസ്ത്രോങ്ക സാമ്ന കർ സക്താഹും ശത്രുക്കളുടെ ബ്രഹ്മാസ്ത്രങ്ങളെ നേരിടാൻ സാധിക്കും. ടൂട്ടാ പഹിയ ഉപേക്ഷിത മാനവക പ്രതീക് ഹെ. ഇവിടെ ടൂട്ടാ പഹിയ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ പ്രതീകമാണ്. ആജ്കൽ സമാജുമേം ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ, അസത്യ ഔർ അന്യായ ക ബോൽബാല ഹെ അസത്യത്തിൻ്റെയും അന്യായത്തിൻ്റെയും ബോൽബാല ആധിപത്യം ആണ്. ഇൻ അസത്യോം ഔർ അന്യായോം കെ ഖിലാഫ് ഈ അസത്യത്തിനും അന്യായത്തിനും എതിരെ, അഗർ കോയി ലഡേഗാത്തോ ഒരു പക്ഷേ ആരെങ്കിലും പോരാടിയാൽ, കോയി ലഘുമാനവ്ഹി ഉസ്ക സഹാര ബനേഗ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ അവന് ആശ്രയമായി വന്നേക്കാം. യഹി ഇൻ പങ്ക്തിയോം കി പ്രാസംഗികത ഹെ
ഇതാണ് ഈ വരികളുടെ പ്രാസംഗികത. ക്വസ്റ്റ്യൻ, ഇതിഹാസോं की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. इन पंक्तियों से कवि क्या बताना चाहते हैं. ഈ വരികളിലൂടെ കവി എന്തു പറയാനാണ് ആഗ്രഹിക്കുന്നത്? കവി कहते हैं कि पहिया यदि टूटा है तो भी उसे मत फेंको. കവി പറയുകയാണ്, ഒരു പക്ഷേ ചക്രം പൊട്ടിയതാണെങ്കിലും ഉസേ മത് ഫേങ്കോ, അതിനെ വലിച്ചെറിയരുത്. യഹ് സൻസാർ ദുരൂഹ് ചക്രവ്യൂഹ് ഹേ, ഈ ലോകം ഒരു ദുരൂഹമായ ചക്രവ്യൂഹമാണ്. ബഡേ ബഡേ മഹാരഥി അസത്യോം അവർ അന്യായോം കി അക്ഷൗഹിണി സേനാओं को ഖടാ കരേങ്കെ. വലിയ വലിയ മഹാരഥന്മാർ പോലും അസത്യത്തിൻ്റെയും അന്യായത്തിൻ്റെയും അക്ഷൗഹിണി സേനകൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. ഉൻ മഹാരഥിയോം കെ കാരൺ, ഇങ്ങനെയുള്ള മഹാരഥന്മാർ കാരണം ഇതിഹാസ് കി ഗതി സഹസാ ചൂട്ടി പഡ് ജാത്തി ഹേ, ചരിത്രത്തിൻ്റെ ഗതി പെട്ടെന്ന് കള്ളമായി മാറുന്നു. തോ സച്ചായി കോ ടൂട്ടെ പഹിയേ കാ സഹാര ലേന പടേഗ, എങ്കിലും സത്യത്തിന് പിടിച്ചു നിൽക്കാൻ പൊട്ടിയ ചക്രത്തിനെ ആശ്രയിക്കേണ്ടി വരും. ഇസ്ലിയെ, അതുകൊണ്ട് ടൂട്ടെ പഹിയേക്ക് ഉപേക്ഷ നെഹിം കർണി ചാഹിയെ, പൊട്ടിയ ചക്രത്തിനെ ഉപേക്ഷിക്കരുത്. ഇത്രയുമാണ് കവി ഈ വരികളിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഏത് കവിതയിൽ നിന്നും വരികൾ തന്നിട്ട് ആശയം എഴുതാൻ പറഞ്ഞാലും കവി ആരാണെന്നും തന്നിട്ടുള്ള വരികൾ എടുത്തിരിക്കുന്നത് ഏത് കവിതയിൽ നിന്നുമാണെന്നും ഒന്നോ രണ്ടോ സെൻറ്റൻസസ് എഴുതാൻ നിങ്ങൾ മറക്കരുത്. ഉദാഹരണമായിട്ട് ഈ കവിതയിലെ ഏത് വരികൾ തന്നിട്ട് ആശയം എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. हिंदी के प्रमुख कवि धर्मवीर भारती की एक छोटी कविता है टूटा पहिया. प्रस्तुत पंक्तियाँ इस कविता से ली गई है. പ്രസിദ്ധ കവി ധർമ്മവീർ ഭാരതിയുടെ ഒരു ചെറിയ കവിതയാണ് ടൂട്ടാ പഹിയ. തന്നിരിക്കുന്ന വരികൾ ഈ കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് കൂടാതെ മറ്റൊരു ഇൻട്രൊഡക്ഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പ്രസ്തുത് पंक्तियाँ टूटा पहिया नामक कविता की है और इसका रचनाकार डॉक्टर धर्मवीर भारती है. कविता महाकाव्य महाभारत के एक घटना पर आधारित है. കവിതയിലെ വരികൾ തന്നിട്ട് ആശയം എഴുതാൻ പറയുമ്പോൾ എപ്പോഴും കവിയെയും കവിതയെയും പറ്റി എഴുതാൻ നിങ്ങൾ മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, कविता के प्रतीकों को चुनकर खंभे में लिखें. वर्तमान परिवेश में प्रतीक किसका प्रतिनिधित्व करता होगा യഹ് ഭി ലിഖേം. കവിതയിലെ പ്രതീകങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ചുറ്റുപാടിൽ ഈ പ്രതീകങ്ങൾ എന്തിനെയെല്ലാം പ്രതിനിധീകരിക്കുന്നു എന്നും എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ടൂട്ടാ പഹിയ, ടൂട്ടാ ഹുവ മാനവ് മൂല്യം. ടൂട്ടാ പഹിയയെ, പൊട്ടിയ ചക്രത്തെ ടൂട്ടാ ഹുവ മാനവ് മൂല്യ, പൊട്ടിയ മാനുഷിക മൂല്യത്തോടാണ് ഇവിടെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അഭിമന്യു, അഭിമന്യുവിനെ സാധാരണ ജനത, സാധാരണ ജനത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ചക്രവ്യൂഹ്, ചക്രവ്യൂഹിനെ ജീവൻ കി വിഷമതായം, ജീവിതത്തിലെ വിഷമങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത്. അക്ഷൗഹിണി സേന ശോഷൺ കി വ്യവസ്ഥ, ചൂഷണം ചെയ്യപ്പെടുന്ന വ്യവസ്ഥയോടാണ് അക്ഷൗഹിണി സേനയെ ഉപമിച്ചിരിക്കുന്നത്. മഹാരഥി, ശോഷക്. മഹാരഥി എന്ന പ്രതീകത്തെ ശോഷകിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ശോഷക് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യപ്പെടുന്നവർ. അടുത്തത് ടൂട്ടാ പഹിയ കവിതാ പർ ടിപ്പണി ലിഖേം. ടൂട്ടാ പഹിയ എന്ന കവിതയുടെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. टूटा पहिया आधुनिक हिंदी साहित्य के प्रमुख कवि श्री धर्मवीर भारती की कविता है. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവി ശ്രീ ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ് ടൂട്ടാ പഹിയ. इसमें कवि ने अर्जुन पुत्र अभिमन्यु की कथा के माध्यम से വർത്തമാൻ സാമാജിക് സ്ഥിതി पर പ്രകാശ് ഡാലാ ഹെ. ഇവിടെ കവി അർജുനപുത്രനായ അഭിമന്യുവിൻ്റെ കഥയെ അടിസ്ഥാനമാക്കി ഇന്നത്തെ സാമൂഹിക സ്ഥിതിയെ ചിത്രീകരിച്ചിരിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധ के 13वां दिन महारथियों के रजे ചക്രവ്യൂഹമേം അഭിമന്യു ഫസ് ഗയാഥ. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 13-ാം ദിവസം കൗരവസേനയിലെ മഹാരഥികൾ ചമച്ച ചക്രവ്യൂഹത്തിൽ കുടുങ്ങിപ്പോയ അഭിമന്യുവിനെ ശത്രുക്കൾ നിരായുധനാക്കി. തബ് ഉസ്നെ ടൂട്ടെ രഥചക്ര ലേക്കർ അഖേലെ മഹാരഥിയോं का सामना किया था. ആ സമയം അഭിമന്യു തേരിൻ്റെ പൊട്ടിയ ചക്രത്തെ ആയുധമാക്കി മഹാരഥികളെ നേരിടുകയുണ്ടായി. लेकिन व्यूह से बाहर निकलने का उपाय न जानने से अभिमन्यु
വഹിം അധർമ്മസെ മാരാ ഗയ. ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വിദ്യ വശമില്ലാത്ത അഭിമന്യു അവസാനം ശത്രുപക്ഷത്തിന്റെ അധർമ്മത്തിനിരയായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. യഹം കവി അപ്പനേക്കോ മാനവ മൂല്യോं का प्रतीक टूटा पहिया मानता है. ഇവിടെ കവി മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമായ പൊട്ടിയ ചക്ര കഷ്ണമാണ് താൻ എന്ന് സ്വയം അഭിപ്രായപ്പെടുകയാണ് ചെയ്യുന്നത്. അഭിമന്യു സാധാരണ ജനതാ കാ പ്രതീക് ഹെ. അഭിമന്യു സാധാരണക്കാരൻ്റെ പ്രതീകമാണ്. ആജ് കാ സമാജ് ശോഷകോं का है. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ചൂഷണം ചെയ്യപ്പെടുന്നവരുടേതാണ്. വേ സാധാരണ ജനതാ കാ ശോഷൺ കർത്തേ ഹെ. അവർ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹമാരെ സമാജ് മേ അബ് മാനവ മൂല്യോं का कोई स्थान नहीं है. ഇന്നത്തെ സമൂഹത്തിൽ മാനുഷിക മൂല്യത്തിന് യാതൊരു വിലയുമില്ല. വഹ് ടൂട്ടെ പഹിയയ്ക്ക് സമാൻ ഹെ. അത് പൊട്ടിയ ചക്ര കഷ്ണം പോലെയാണ്. ऐसी परिस्थिति में कवि का विश्वास है कि टूटा पहिया अत्याचार और शोषण के चक्रव्यूह में फंसे साधारण जनतारूपी അഭിമന്യു की രക്ഷ कर सके. ഇത്തരം ചുറ്റുപാടിൽ അനീതിയും ചൂഷണവുമാകുന്ന ചക്രവ്യൂഹത്തിൽ പെട്ടുപോകുന്ന സാധാരണക്കാരൻ്റെ രക്ഷയ്ക്ക് പൊട്ടിയ ചക്ര കഷ്ണം സഹായകമാവുമെന്നാണ് കവി ആശിക്കുന്നത്. ഇസ്ലിയെ അതുകൊണ്ട് ടൂട്ടാ പഹിയ സമജ്കർ പൊട്ടിയ ചക്ര കഷ്ണമാണെന്ന് കരുതി മേരി ഉപേക്ഷ നെഹിം കർണി ചാഹിയെ എന്നെ ഉപേക്ഷിക്കരുത്. ഇത്രയുമാണ് ടൂട്ടാ പഹിയ എന്ന കവിതയിൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതെല്ലാവർക്കും നന്നായി മനസ്സിലായി കാണും എന്ന് കരുതുകയാണ്. എല്ലാവരും ഈ കവിത ആശയം മനസ്സിലാക്കി പല പ്രാവശ്യം വായിക്കുക. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും നന്നായി പഠിക്കുക. ബെസ്റ്റ് വിഷസ്. ധന്യവാദം.